എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് പതുക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ പതുക്കെ താഴേക്ക് പോവുകയാണ്. അപ്പം ഒരാൾക്ക് 26 രൂപ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 13 രൂപ, അതുപോലെ വീഡിയോഗ്രാഫിക്ക് 649 രൂപ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പതുക്കെ താഴേക്ക് പോവുകയാണ്. ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും വളരെ മനോഹരമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് ആണ് കേട്ടോ. മുകൾ മുതൽ താഴെ വരെ ഈ പടിക്കെട്ടുകൾ ഇങ്ങനെ തന്നെയുണ്ട്. അതുപോലെ പോകുന്ന വഴിക്ക് അത്യാവശ്യം ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നാലും നമുക്ക് അത്യാവശ്യം വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കാനും എന്റർടൈൻമെന്റിനൊക്കെ ഉള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല തണലാണ്. നല്ല തണലും ചെറിയൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. സാധാരണ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് കൂടി എത്തുന്നത് ഒരുപാട് ദൂരം വല്ല പറമ്പിൽ കൂടെ ഒക്കെ നടന്ന് മടുത്ത് ക്ഷീണിച്ച്, അതുപോലെ കല്ലിന്റെയും പാറയുടെ ഒക്കെ മേളിൽ കൂടെ വലിഞ്ഞു കയറി മടുത്ത് ചെല്ലുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കും അത് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മറ്റൊരു അന്തരീക്ഷമാണ് കേട്ടോ നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ അത്യാവശ്യം സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഇച്ചിരി പ്രായമായിട്ടുള്ളവർക്കോ കുട്ടികൾക്കോ ഒക്കെ ആണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം. കോട്ടയത്തു നിന്നും ഏകദേശം 18 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇങ്ങോട്ട്. അതുപോലെ തന്നെ പാമ്പാടിയിൽ നിന്നും 7.5 കിലോമീറ്ററും പള്ളിക്കത്തോട് നിന്നും 2 കിലോമീറ്റർ ദൂരവും അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കുണ്ട്. വെള്ളച്ചാട്ടം പോലെ തന്നെ മനോഹരമായ മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ ഈ പാലം. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ സംഭവം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി ആ പാലത്തിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഒടുവിൽ നമ്മൾ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്തിയിരിക്കുകയാണ്. ഏകദേശം 102ഓളം അടി ഉയരത്തിൽ നിന്നാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ് ദിവസവും അരുവിക്കുഴി വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത്. ജൂൺ 2-ാം തീയതി ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനു മുമ്പ് 31-ാം തീയതിയും 1-ാം തീയതിയൊക്കെ ആയിട്ട് നല്ല മഴയായിരുന്നത് കൊണ്ട് തന്നെ അന്ന് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞത്.
കുടുംബമായിട്ടും കുട്ടികളായിട്ടും ഒരുപാട് ആൾക്കാരാട്ടോ ദിവസം ഇവിടെ എത്തിച്ചേരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ അപകടത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കെട്ടി അവർ സേഫ് ആയിട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം പ്രായമായവരും കുഞ്ഞു പിള്ളേരും ഒക്കെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈ കാണുന്നത് പോലെ തന്നെ ഒരുപാട് സ്ഥലം അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ പിള്ളേർക്ക് അത്യാവശ്യം ഓടി നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ഏരിയയും കാര്യങ്ങളും ഉണ്ട്. ചെറുതായിട്ടൊക്കെ വെള്ളത്തിൽ ഇറങ്ങാം. അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട്. വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാതിരിക്കാൻ എപ്പോഴും നല്ലത്. വെള്ളം കൂടുതലുള്ള സമയത്താണെങ്കിൽ ഒരു കാരണവശാലും കുട്ടികളെ വെള്ളത്തിൽ ഇറക്കുകയും ചെയ്യരുത്. അപ്പോൾ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിന്റെ അത്യാവശ്യം കാഴ്ചകളൊക്കെ നമ്മൾ താഴെ നിന്ന് കണ്ടു. ഇനി നമ്മൾ മേളിലേക്ക് കയറി പോവുകയാണ്, തിരിച്ചു പോവാണ്. അപ്പം മേളിൽ ചെന്നിട്ട് ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ കുറച്ചു മുമ്പ് താഴെ നിന്ന് കണ്ട വെള്ളച്ചാട്ടം ഇല്ലേ, ആ സംഭവം അതിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാട്ടോ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോടിനടുത്തുള്ള അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരാൻ ഒറ്റ ഉത്തരവുള്ളൂ. ഈ കാണുന്ന തോട്ടിൽ വെള്ളം നിറഞ്ഞിട്ടാണ് അരുവിക്കുഴി വെള്ളച്ചാട്ടം ഉണ്ടാകുന്നത്. നല്ല മഴയുള്ള സമയത്ത് ഈ തോട് നിറഞ്ഞ് വെള്ളമായിരിക്കും കേട്ടോ. അപ്പം അതനുസരിച്ച് നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ഗതിയും വ്യത്യാസം വരും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ പൂർണ്ണമാവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനലിലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ ബൈ.